നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. വീണ്ടും ഫൈഫറുമായിട്ട് ജേക്കബ് ഡഫി. വെസ്റ്റ് ഇൻഡീസിനെ മൂന്നാം ടെസ്റ്റിലും തീർത്ത് കളഞ്ഞു കിവീസ്. ആദ്യ ടെസ്റ്റ് സമനിലയായിരുന്നെങ്കിൽ രണ്ടാം ടെസ്റ്റിൽ 9 വിക്കറ്റിന് ന്യൂസിലാൻഡ് ജയിച്ചു. മൂന്നാം ടെസ്റ്റ് ഇതാ 323 റൺസിൻ്റെ പടുകൂറ്റൻ ജയം സ്വന്തമാക്കി. ഈ സീരീസ് 2-0 എന്ന രൂപത്തിൽ ന്യൂസിലാൻഡ് സ്വന്തമാക്കിയിരിക്കുകയാണ്. നോക്കുക, മത്സരത്തിലെ നാലാം ഇന്നിങ്സിൽ വെസ്റ്റ് ഇൻഡീസിൻ്റെ ടാർഗറ്റ് 462 റൺസായിരുന്നു. അവരെ 138 റൺസിന് ഓൾ ഔട്ടാക്കി. 22.3 ഓവറിൽ 42 റൺസിന് 5 വിക്കറ്റാണ് ജേക്കബ് ഡഫി എടുത്തത്. ജേക്കബ് ഡഫി 40 വർഷങ്ങൾക്ക് ശേഷമുള്ളൊരു റെക്കോർഡ് ഇതാ തിരുത്തി കുറിച്ചിരിക്കുന്നു. അതായത് ഒരു കലണ്ടർ ഇയറിൽ ഏറ്റവും അധികം വിക്കറ്റ് ന്യൂസിലാൻഡിന് വേണ്ടി നേടിയ താരമെന്ന റെക്കോർഡിലേക്ക് അദ്ദേഹം കടന്നുപോയിരിക്കുന്നു. പിഴുതെറിഞ്ഞിരിക്കുന്നത് ഇതിഹാസ താരം സാക്ഷാൽ സർ റിച്ചാർഡ് ഹാഡ്ലിയുടെ റെക്കോർഡാണ്. റിച്ചാർഡ് ഹാഡ്ലി 79 വിക്കറ്റുകൾ ഒരു വർഷം നേടിക്കൊണ്ട് ഒന്നാമത് നിൽക്കുകയായിരുന്നു. അതാണിപ്പോൾ 81 വിക്കറ്റുകൾ എടുത്തുകൊണ്ട് മറികടന്നിരിക്കുന്നത് ജേക്കബ് ഡഫി. വെട്ടോറിയാണ് ഈ ലിസ്റ്റിൽ മൂന്നാമത്, 76 വിക്കറ്റ്. ട്രെൻറ്റ് ബോൾട്ട് 72 വിക്കറ്റുമായിട്ട് നാലാമത്. ഏതായാലും ഡഫി ചരിത്രം കുറിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഈ സീരീസിലെ ബൗളിംഗ് പ്രകടനം ഒന്ന് കാണണം. 3 ഫൈഫറുകളാണ്, 3 ടെസ്റ്റുകളിലും ഫൈഫർ. ആദ്യ ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ 34 റൺസിന് 5 വിക്കറ്റ് എടുത്തിരുന്നു. രണ്ടാം ഇന്നിങ്സിൽ 122 റൺസിന് 3 വിക്കറ്റ്. രണ്ടാം ടെസ്റ്റിലെ ആദ്യ ഇന്നിങ്സിൽ 33 റൺസിന് 1 വിക്കറ്റ് ആണെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ 38 റൺസിന് 5 വിക്കറ്റ് എടുത്തുകൊണ്ട് അവിടെയും ഫൈഫറായിരുന്നു. പിന്നെ മൂന്നാം ടെസ്റ്റിൽ അദ്ദേഹം ആദ്യ ഇന്നിങ്സിൽ 4 വിക്കറ്റ് 86 റൺസിന് എടുത്തെങ്കിൽ ഇതാ രണ്ടാം ഇന്നിങ്സിൽ 42 റൺസിന് 5 വിക്കറ്റ് എടുത്തുകൊണ്ട് അദ്ദേഹം വീണ്ടും ഫൈഫർ പൂർത്തിയാക്കി. ഏതായാലും ഈ തകർപ്പൻ വിജയത്തോടുകൂടി ന്യൂസിലാൻഡ് ഇതാ രണ്ടാം സ്ഥാനത്തേക്ക്, WTCയിൽ രണ്ടാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുന്നു. സൗത്ത് ആഫ്രിക്ക 3-ാം സ്ഥാനത്തേക്ക് വീണിരിക്കുന്നു. ഓസ്ട്രേലിയ 6 കളികൾ 6 വിജയിച്ച് 72 പോയിൻറ്റോടെ 100% PCTയിൽ WTCയിൽ ഒന്നാമതാണെങ്കിൽ ന്യൂസിലാൻഡ് 3 കളി 2 വിജയം 1 സമനില 28 പോയിൻറ്റ് 77.78 പോയിൻറ്റ് PCTയുമായിട്ട് ഇതാ രണ്ടാം സ്ഥാനത്ത്. സൗത്ത് ആഫ്രിക്ക 4 കളി 3 വിജയം 1 തോൽവി 36 പോയിൻറ്റ് 75 PCTയുമായിട്ട് മൂന്നാമത്. ശ്രീലങ്ക 2 കളി 66.67 PCT നാലാമത്. പാകിസ്ഥാൻ 2 കളി 50 PCT അഞ്ചാമത്. ഇന്ത്യ 9 കളി 48.15 PCT. ഇന്ത്യ 6-ാം സ്ഥാനത്താണ്. ഏതായാലും ന്യൂസിലാൻഡിൻ്റെ കുതിപ്പിനൊപ്പം ഡഫിയുടെ റെക്കോർഡ് കൂടി ഇന്ന് പിറക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.